റോബിൻ ബസ് ഉടമയുടെ കോടതിയലക്ഷ്യ ഹർജിയിൽ ഗതാഗത സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. തുടർച്ചയായ പരിശോധനയും ബസ് പിടിച്ചെടുക്കലും തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു റോബിൻ ബസ് ഉടമ കോടതിയെ സമീപിച്ചത്. രേഷ്മ ബാബുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. രേഷ്മ, റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തുടർച്ചയായി ഒരു വേട്ടയാടൽ പോലെയാണ് സർക്കാരിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടികൾ എന്നുള്ളതാണ് ഹർജിയിൽ പറയുന്നത്. വിശദാംശങ്ങൾ. വിഷ്ണു, തുടർച്ചയായിട്ട് പരിശോധന നടത്തുന്നു, ബസ് പിടിച്ചെടുക്കുന്നു, ബസ് വിട്ടുകൊടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയലക്ഷ്യ ഹർജി റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എതിർകക്ഷിയായിട്ടുള്ള ഗതാഗത സെക്രട്ടറിക്ക് സത്യവാങ്മൂലം സമർപ്പിക്കാനും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരത്തെ തന്നെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് നേരത്തെ റോബിൻ ബസ് ഉടമയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് പെറ്റി അടച്ച ശേഷം വാഹനം വിട്ടുകൊടുക്കണം എന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവായിരുന്നു ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. പക്ഷേ ഈ ബസ് പിടിച്ചെടുത്തതിന് ശേഷം നിരന്തരം പരിശോധനകൾ നടത്തിക്കൊണ്ട് ബസ് പിടിച്ചെടുക്കുന്നു, ബസ് വിട്ടുകൊടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്നു. മാത്രമല്ല, ബസ് കസ്റ്റഡിയിൽ കിടക്കവേ കേടുപാട് വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് തുടങ്ങിയ വിഷയങ്ങളാണ് നിലവിൽ കോടതിയലക്ഷ്യ ഹർജിയിൽ ബസ് ഉടമ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനം കോൺട്രാക്ട് കാരേജ് ആയിട്ട് ഉപയോഗിക്കുന്നു. നിശ്ചിത പോയിന്റുകളിൽ മാത്രമാണ് ടൂറിസ്റ്റ് പെർമിറ്റുള്ള ബസ്സുകൾക്ക് ആളുകളെ കയറ്റാനുള്ള ഒരു അനുവാദമുള്ളത്. അതായത് കയറ്റുന്ന ഒരു പോയിന്റും ഇറക്കുന്ന ഒരു പോയിന്റും. പക്ഷേ ഈ ഒരു മാനദണ്ഡം റോബിൻ ബസ് പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരന്തരം പരിശോധന നടത്തിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ബസ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കോയമ്പത്തൂർ അടക്കം എത്തുന്ന സമയങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ കേരളത്തിൽ ഉടനീളം തുടർ പരിശോധനകൾ നടത്തുന്ന ഒരു സാഹചര്യമാണ്. കോടതിയുടെ ഉത്തരവ് പോലും ലംഘിക്കപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ബസ് ഉടമ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഗതാഗത സെക്രട്ടറിയോട് സത്യവാങ്മൂലം, അതായത് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിഷ്ണു. ശരി, റോബിൻ ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഗതാഗത സെക്രട്ടറിക്ക് അടക്കം നോട്ടീസ് അയക്കുകയും ചെയ്തു. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.